ആദ്യമായിട്ട് നമ്മൾ റുബിക്സ് ക്യൂബിൻ്റെ ഈ പാറ്റേൺ മനസ്സിലാക്കിയെടുക്കണം. മെയിൻലി ഇതിന് 3 ടൈപ്പ് പീസസ് ആണുള്ളത്. ഒന്ന് സെൻറ്റർ പീസസ്, അത് ഒരു കളർ മാത്രം സെൻറ്ററിലുള്ളത്, അത് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നുള്ളത് എഡ്ജ് പീസസ്. എഡ്ജ് പീസസ് എന്ന് പറയുമ്പോൾ 2 കളർ ഉണ്ടാവും, എഡ്ജിലാണ് വരിക. പിന്നെ മൂന്നാമത്തത് കോർണർ പീസസ്, അത് 3 കളറായിട്ട് വരും കോർണറിൽ. ലെവൽ 1ൽ നമ്മളൊരു വൈറ്റ് ഫ്ലവർ, യെല്ലോ സെൻറ്ററിന് ചുറ്റും വൈറ്റ് ഫ്ലവർ ഉണ്ടാകും. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഇതിൽ നമ്മൾ ആദ്യം വൈറ്റുള്ള എഡ്ജ് പീസസ് കണ്ടെത്തണം. ഇവിടെ നമുക്ക് ബ്ലൂവും വൈറ്റുള്ള എഡ്ജ് പീസ് ഉണ്ട്. ഓക്കെ, അത് സ്ട്രെയിറ്റ് അവേ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത എഡ്ജ് പീസ് നോക്കാം. അടുത്ത എഡ്ജ് പീസ് ഇവിടെ ഓറഞ്ചും വൈറ്റും ഇവിടെ ഉണ്ട്, അതും റൊട്ടേറ്റ് ചെയ്ത് അതും ഓക്കെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പീസ് നോക്കുക. നെക്സ്റ്റ് പീസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഓൾറെഡി ചെയ്ത് വെച്ചത് പോകും. അപ്പോൾ അതിന് മുകളിലത്തെ ലെയർ റൊട്ടേറ്റ് ചെയ്ത് അതിന് റൂം ഉണ്ടാക്കിയിട്ട് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അടുത്ത നമ്മൾ ലാസ്റ്റ് വൈറ്റ് എഡ്ജ് പീസ്, അതായത് 4ാമത്തെ വൈറ്റ് എഡ്ജ് പീസ് എവിടെയാണുള്ളതെന്ന് നോക്കുക. അത് ഇവിടെ താഴെയാണുള്ളത്, താഴെ വൈറ്റ് റെഡ് ഉള്ളത്. സ്ട്രെയിറ്റ് അവേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അത് ചെയ്ത് വെച്ചത് ഫ്ലോപ്പ് ആവും. അതുകൊണ്ട് മുകളിലത്തെ ലെയർ നമ്മൾ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഇത് ടോപ്പിലേക്ക് ചെയ്യാം. ഇനി നമുക്കൊരു സ്പെഷ്യൽ കണ്ടീഷൻസ് നോക്കാം. ഇങ്ങനെ മുകളിലത്തെ ലെയർ നമുക്ക് ട്വിസ്റ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കറക്റ്റ് പ്ലേസിലുള്ളത് പക്ഷേ ട്വിസ്റ്റഡ് ആണെങ്കിൽ നമ്മളിത് നേരെ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുക. മുകളിലത്തെ ലെയർ റൊട്ടേറ്റ് ചെയ്തിട്ട് തന്നെ റൂം ഉണ്ടാക്കുക, തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മുടെ ലെവൽ 2ൽ വൈറ്റ് ക്രോസ്, അത് ബോട്ടത്തിൽ വൈറ്റ് ക്രോസ്, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഇത് വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ റെഡ് സെൻറ്ററായിട്ട് മാച്ച് ചെയ്യുക, നേരെ റൊട്ടേറ്റ് ചെയ്ത് ബോട്ടം. അടുത്തത് ഗ്രീനുമായിട്ട് മാച്ച് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്ത് ബോട്ടം. അതുപോലെ തന്നെ നെക്സ്റ്റ് കളർ ഓറഞ്ച് സെൻറ്ററായിട്ട് മാച്ച് ചെയ്യുക, റൊട്ടേറ്റ് ബോട്ടം. ഇനി ലാസ്റ്റ് ഏതാണുള്ളത്, ബ്ലൂ സെൻറ്റർ പീസുമായിട്ട് മാച്ച് ചെയ്യുക, അലൈൻ ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് ചെയ്ത് ബോട്ടം. കഴിഞ്ഞു. അടുത്തത് ലെവൽ 3 ആണ്. ലെവൽ 3ൽ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി സോൾവ് ചെയ്യുകയാണ് ലെവൽ 3. ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. ഈ വൈറ്റ് ക്രോസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 4 കണ്ടീഷൻസ് ആണ് കിട്ടുക. ഇതിൽ ഒരു കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ടോപ്പ് ലെയറിൽ വൈറ്റ് ലെഫ്റ്റ് ആയിട്ട് കിട്ടും, പിന്നെയുള്ളത് വൈറ്റ് റൈറ്റ് ആയിട്ട് കിട്ടും, പിന്നെ വൈറ്റ് ടോപ്പ് ലെയറിൽ മുകളിലായിട്ട് കിട്ടും, വൈറ്റ് താഴത്തെ ലെയറിൽ കിട്ടും. ഫസ്റ്റ് കണ്ടീഷൻസ് നോക്കുക. ഇവിടെ വൈറ്റ് ലെഫ്റ്റ് സൈഡാണുള്ളത്. ലെഫ്റ്റിൽ ഇത് ഗ്രീൻ സെൻറ്റർ പീസുമായിട്ട് അലൈൻ ചെയ്യുക, ഡയഗണലി മാച്ച് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുക, ടോപ്പ് ലെയർ റൊട്ടേറ്റ് ചെയ്യുക, ബ്രിങ് ഇറ്റ് ഡൗൺ, കംപ്ലീറ്റഡ്. അടുത്തത് വൈറ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോഴുള്ള കണ്ടീഷൻ എന്താ പറഞ്ഞാൽ, ഫസ്റ്റ് സെൻറ്ററുമായിട്ട് ഡയഗണലി മാച്ച് ചെയ്യുക, റൈറ്റ് ഹാൻഡ് കൊണ്ട് സ്റ്റെപ്പ് ചെയ്യുക, ടോപ്പ് ലെയർ റൊട്ടേറ്റ് ചെയ്യുക, ബ്രിങ് ഇറ്റ് ഡൗൺ, ഡൺ. നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻസ് വൈറ്റ് ടോപ്പിൽ ഇവിടെ നമുക്ക് ഓറഞ്ച് ഗ്രീൻ വൈറ്റ് കോർണറാണ് വരുന്നത്. വൈറ്റ് ടോപ്പിൽ ഇത് കറക്റ്റ് അലൈൻ ചെയ്ത് വെക്കുക. ഇത് ഏത് കോർണറിലാണോ വരേണ്ടത് അതിൻ്റെ നേരെ മുകളിൽ കറക്റ്റായിട്ട് ഫസ്റ്റ് അലൈൻ ചെയ്ത് വെക്കുക. ഇതിൽ കറക്റ്റ് പൊസിഷനിൽ അലൈൻ ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക, R-U-2 R'. ഈ ഒരു സ്റ്റെപ്പ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കത് കറക്റ്റ് വൈറ്റ് ഒന്നുകിൽ റൈറ്റോ അല്ല ലെഫ്റ്റോ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ടോപ്പിലുള്ള വൈറ്റിനെ നമ്മൾ ഐദർ ലെഫ്റ്റ് ഓർ റൈറ്റ് നമുക്ക് കിട്ടും. അതിനുശേഷം ഈ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഗ്രീൻ ഡയഗണലി മാച്ച് ചെയ്യുക, നമുക്ക് വൈറ്റ് റൈറ്റ് സൈഡിലാണുള്ളത്, അപ്പോൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഈ സ്റ്റെപ്പ് ചെയ്യുക. അടുത്ത് നമ്മൾ 4ാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് കോർണർ പീസ് താഴത്തെ ലെയറിൽ ഉണ്ടാവും. ഈ ഒരു കേസിൽ നമ്മൾ ആദ്യം ഈ വൈറ്റിനെ മുകളിലത്തെ ലെയറിൽ എത്തിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റിന് മുകളിലത്തെ ലെയറിലെത്തും വിത്ത് വൈറ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്. ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുക, റൈറ്റിലാണെങ്കിൽ റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കോർണർ പീസ് നോക്കാം. അടുത്ത കോർണർ പീസ് നമുക്ക് ബോട്ടം ലെയറിലാണ് കിട്ടിയിരിക്കുന്നത്. ബോട്ടം ലെയറിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ മുകളിലത്തെ
കൊണ്ടുവരണം. മുകളിൽ ഇവിടെ വൈറ്റ് ടോപ്പിൽ വന്നു. വൈറ്റ് ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ 2 വട്ടം റൊട്ടേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും വൈറ്റ് സൈഡിലോട്ടാക്കണം. വൈറ്റ് സൈഡിലോട്ടായി കഴിഞ്ഞാൽ സെൻറ്റർ പീസുമായിട്ട് അത് അലൈൻ ചെയ്യുക. സെൻറ്റർ ഫസ്റ്റ് ഇവിടെ ബ്ലൂ സെൻറ്ററുമായിട്ട് അലൈൻ ചെയ്യുക. അതിനുശേഷം സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ സെക്കൻഡ് ലെയറാണ്. സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് യെല്ലോ അല്ലാത്ത പീസുകൾ ഉണ്ടാവില്ല, യെല്ലോ അല്ലാത്ത എഡ്ജ് പീസുകൾ ആദ്യം കണ്ടെത്തുക. ഇവിടെ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഓറഞ്ച് ബ്ലൂ എഡ്ജ് പീസാണ്. ഓറഞ്ച് ബ്ലൂ എഡ്ജ് പീസിന് നമ്മളിപ്പോൾ ബ്ലൂ സെൻറ്ററുമായിട്ട് അലൈൻ ചെയ്യാം. ബ്ലൂ സെൻറ്ററുമായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. ഇത് ലെഫ്റ്റ് സൈഡാണ് നമ്മൾ അത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഫില്ല് ചെയ്യേണ്ടതുകൊണ്ട് അത് റൈറ്റ് സൈഡിലേക്ക് ഫസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് മുകളിലേക്ക് കൊണ്ടുവരിക. നമ്മൾ റൈറ്റ് സൈഡിൽ റൊട്ടേറ്റ് ചെയ്തത് റിവേഴ്സ് ഡയറക്ഷനിൽ കൊണ്ടുവരിക. ഇത് മുകളിലേക്ക് കൊണ്ടുവന്നത് താഴേക്ക് കൊണ്ടുവരിക. നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് മുകളിലത്തെ ലെയറിലാണ് കിട്ടിയിരിക്കുന്നത്. അത് മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരണം. ഇത് നമ്മൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു ബസ് പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാം. ഇത് വൈറ്റ് എന്നുള്ളത് ബസ്സിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ പിടിക്കുക. ബസ് ഫ്രണ്ടിലോട്ട് എടുക്കുക. ഇതിനുള്ള സ്പേസ് മുകളിലേക്ക് എടുക്കുക. ബസ് റിവേഴ്സ് എടുക്കുക. പിന്നെ ബസ് താഴേക്ക് പാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പീസ് നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത യെല്ലോ അല്ലാത്ത പീസസ് അല്ലേ, നോൺ യെല്ലോ എഡ്ജ് പീസ് നോക്കുക. ഇവിടെ നമുക്ക് റെഡ് ഗ്രീൻ പീസ് കിട്ടി. ഇതും നമുക്ക് കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഫസ്റ്റ് ടോപ്പ് ലെയർ റൊട്ടേറ്റ് ചെയ്യണം. നേരത്തെ സെയിം സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇത് മുകളിലേക്ക് എടുക്കുക. റൈറ്റിൽ റൊട്ടേറ്റ് ചെയ്ത് റിവേഴ്സ് എടുക്കുക. അത് റിവേഴ്സ്. നമുക്ക് സെയിം ബസ് ടോപ്പ് ലെയറിൽ വീണ്ടും കിട്ടിയിരിക്കുകയാണ്. സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. ബസ് ഫ്രണ്ടിലേക്ക് എടുക്കുക. സ്പേസ് മുകളിലേക്ക് എടുക്കുക. ബസ് റിവേഴ്സ് എടുക്കുക. പിന്നെ താഴേക്ക് കൊണ്ടുവരിക. കംപ്ലീറ്റഡ്. ഇപ്പം നമ്മൾ 2 എണ്ണം കംപ്ലീറ്റ് ചെയ്യും. ഇനി അടുത്ത യെല്ലോ അല്ലാത്ത എഡ്ജ് പീസ് വീണ്ടും സെർച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് ഗ്രീൻ ഓറഞ്ച് എഡ്ജ് പീസ് കിട്ടി. അത് ഗ്രീൻ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ഇത് അക്കോമഡേറ്റ് ചെയ്യേണ്ടത് റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് ആയതുകൊണ്ട് നമ്മളിത് ലെഫ്റ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഈ സ്റ്റെപ്പ് ചെയ്യാം. നമുക്ക് ആ സെയിം ബസ് കിട്ടി. സെയിം ബസ്സിനെ ഫ്രണ്ടിലോട്ടേക്ക് എടുക്കുക. ഒരു സ്പേസ് മുകളിലേക്ക് എടുക്കുക. ബസ് റിവേഴ്സ്. ബ്രിങ് ഇറ്റ് ഡൗൺ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ അടുത്ത നോൺ യെല്ലോ എഡ്ജ് പീസ് സെർച്ച് ചെയ്യാം. അടുത്ത നോൺ യെല്ലോ എഡ്ജ് പീസ് നമുക്കിവിടെ ബ്ലൂ റെഡ് പീസ് കിട്ടിയിട്ടുണ്ട്. ബ്ലൂ റെഡ് പീസ് നമുക്ക് ലെഫ്റ്റ് സൈഡാണ് ഫില്ല് ചെയ്യേണ്ടത്. അതുകൊണ്ട് ടോപ്പ് ലെയർ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇത് ലെഫ്റ്റ് ലെയർ മുകളിലേക്ക് എടുക്കുക. റിവേഴ്സ് ഡയറക്ഷൻ. സെയിം സ്റ്റെപ്പ് തന്നെ നമുക്ക് അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കൊരു സ്പെഷ്യൽ കണ്ടീഷൻ നോക്കാം. ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു പീസ് ഉണ്ടല്ലോ, റെഡ് ഗ്രീൻ പീസ് കറക്റ്റ് പ്ലേസിലുള്ളത്, പക്ഷേ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളത്. റെഡ് വരേണ്ട സ്ഥാനത്ത് ഗ്രീൻ വരേണ്ട സ്ഥാനത്ത് റെഡും ഉള്ളത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു യെല്ലോ പീസ്, ഒരു ഡമ്മി യെല്ലോ പീസ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അത് റീപ്ലേസ് ചെയ്യാം. ഒന്നുമില്ല, ഈ യെല്ലോ പീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ യെല്ലോ ഉള്ള ഒരു പീസ് അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് ആ യെല്ലോ ഉള്ള പീസ് അവിടെ കിട്ടി. ഇനി ആ നോൺ യെല്ലോ എഡ്ജ് പീസ് കറക്റ്റ് ഗ്രീൻ സെൻറ്റർ അലൈൻ ചെയ്യുക. എന്നിട്ട് സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ലെവൽ 4 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത ലെവൽ 5. ലെവൽ 5 യെല്ലോ ക്രോസ് ഓൺ ടോപ്പ്. ഇതാണ് നമ്മളുടെ ടാർഗറ്റ്.
ലെവൽ 4 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കണ്ടീഷൻസാണ് കിട്ടുക. ഫസ്റ്റ് കണ്ടീഷൻ യെല്ലോ സെൻറ്റർ മാത്രം. ഈ കോർണർ പീസിലുള്ള കളർ ഉണ്ടല്ലോ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ ആംഗിളാണ്, എൽ ഷേപ്പിൽ കിട്ടും. തേർഡ് കണ്ടീഷൻ യെല്ലോ ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടും. ഫോർത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ക്രോസ്. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ഓൺലി യെല്ലോ സെൻറ്റർ ഓൺ ടോപ്പ്, യെല്ലോ സെൻറ്റർ മാത്രം. ഈ ഒരു ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക. ഫ്രണ്ട് റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് റൊട്ടേറ്റ്, ടോപ്പ്, പിന്നെ റൈറ്റ് റിവേഴ്സ്, ടോപ്പ് റിവേഴ്സ്, പിന്നെ ഫ്രണ്ട് റിവേഴ്സ്. ഈ യെല്ലോ സെൻറ്ററിൽ ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് യെല്ലോ ആംഗിൾ കിട്ടും. കോർണറിൽ യെല്ലോ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, ഞാനത് ഒഴിവാക്കാം, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ കോർണറിൽ അത് ഒഴിവാക്കാം. ഓക്കെ നമുക്കിപ്പോൾ യെല്ലോ ആംഗിൾ കിട്ടി. ഈ യെല്ലോ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ യെല്ലോ ആംഗിൾ ഒരു 9 o'clock എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുക ക്യൂബ്. എന്നിട്ട് സെയിം സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ ലൈൻ കിട്ടും. ഫ്രണ്ട് റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് ടോപ്പിലേക്ക് എടുക്കുക, ടോപ്പിലത് റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റ് റിവേഴ്സ്, ടോപ്പ് റിവേഴ്സ്, ഫ്രണ്ട് റിവേഴ്സ്. ഓക്കെ, നമുക്ക് യെല്ലോ ലൈൻ കിട്ടി. യെല്ലോ ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ യെല്ലോ ലൈന് ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്യുക, വെർട്ടിക്കലി അല്ല, ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിട്ട് സെയിം സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോ ക്രോസ് കിട്ടും. ഓക്കെ, നമുക്ക് യെല്ലോ ക്രോസ് കിട്ടി. അപ്പോൾ ലെവൽ 5 കംപ്ലീറ്റഡ്. ലെവൽ 6 നമ്മൾ യെല്ലോ ക്രോസ് കിട്ടിയല്ലോ. യെല്ലോ ക്രോസിൻ്റെ ആ പേരിലുള്ള കളർ ഉണ്ടല്ലോ, ആ കളറ് ആ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യുക. ഓറഞ്ച്, ഗ്രീൻ, റെഡ് ആൻഡ് ബ്ലൂ. യെല്ലോ ക്രോസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 കണ്ടീഷൻസാണ് കിട്ടുക. ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ഓപ്പോസിറ്റ് കളേഴ്സ് മാച്ച് ചെയ്യും. പിന്നെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് 2 കളർ മാച്ച് ചെയ്യും. മൂന്നാമത്തെ കണ്ടീഷൻസ് എല്ലാ കളറും മാച്ച് ചെയ്യും. ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. ഇതിൽ ഫസ്റ്റ് കണ്ടീഷൻസ് ഓപ്പോസിറ്റ് കളേഴ്സാണ് മാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ റെഡിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ചും മാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുക. റൈറ്റ് ടോപ്പിലുള്ള 2 ഡോട്ട് റൊട്ടേറ്റ് ചെയ്യുക, പിന്നെ റൈറ്റ് ഡൗൺ ചെയ്യുക, ടോപ്പിലുള്ള റിവേഴ്സ് എടുക്കുക, റൈറ്റ് അപ്പ്, വീണ്ടും ടോപ്പിലുള്ളത് റിവേഴ്സ് എടുക്കുക, റൈറ്റ് ഡൗൺ. ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടോപ്പ് ലെയർ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഏത് കളേഴ്സാണ് മാച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. രണ്ട് അഡ്ജസ്റ്റൻ്റ് കളർ എന്തായാലും മാച്ച് ചെയ്യും ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇവിടെ നമുക്ക് റെഡ് മാച്ചായി, അതുപോലെ തന്നെ ഗ്രീനും മാച്ച് ചെയ്തു. ഇപ്പോൾ നമുക്ക് അഡ്ജസ്റ്റൻറ്റ് 2 കളർ മാച്ച് ചെയ്യുന്നത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ പ്ലേസ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് സെൻറ്റേഴ്സ് ബാക്ക് സൈഡും ലെഫ്റ്റ് സൈഡും ആയിരിക്കണം. റോങ് ആയിട്ടുള്ളത് റൈറ്റ് സൈഡും ഫ്രണ്ടിലും ആയിരിക്കണം. ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് സെയിം സ്റ്റെപ്പ്, നമ്മളിപ്പോൾ ചെയ്ത സെയിം സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് എല്ലാ സെൻറ്ററും നമുക്ക് കറക്റ്റ് മാച്ചായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ എല്ലാ സെൻറ്ററും കറക്റ്റായിട്ട് കിട്ടി. ലെവൽ 6 കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ലെവൽ 7 ആണ്. ലെവൽ 7 നമ്മൾ യെല്ലോ കോർണേഴ്സ് ഉണ്ടല്ലോ, യെല്ലോ കോർണേഴ്സ് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഈ 4 യെല്ലോ കോർണേഴ്സും അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യുക. നമ്മൾ ഈ സെൻറ്റേഴ്സൊക്കെ മാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെയും 3 കണ്ടീഷൻസാണ് കിട്ടുക. ഈ കണ്ടീഷൻ നമ്പർ 1, അതായത് 4 റോങ് പ്ലേസിലാണ് നമുക്ക് കിട്ടുക. സെക്കൻഡ് കണ്ടീഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു പീസ് കറക്റ്റായിട്ട് കിട്ടും, ബാക്കിയുള്ള 3 റോങ് ആയിട്ടുണ്ടാവും. പിന്നെ തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് കിട്ടും. ഒരിക്കലും നമുക്ക് 2 കറക്റ്റും 2 റോങ്ങും കിട്ടില്ല. ഈ ഫസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് ഒരു കോർണേഴ്സും നമുക്ക് കറക്റ്റ് പ്ലേസിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് കറക്റ്റായിട്ടോ അല്ലെങ്കിൽ എല്ലാം 4 കറക്റ്റായിട്ടോ
കിട്ടും. ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ കോർണർ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കോർണർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ കോർണർ നമുക്ക് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. മറ്റുള്ള 3 റോങ് ആണ്. ഈ ഒരു കണ്ടീഷനിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, കറക്റ്റായിട്ട് 3 കളറും മാച്ച് ആവുന്ന ആ പീസ് നമ്മൾ റൈറ്റ് തമ്പിൻ്റെ സ്ഥലത്ത് പ്ലേസ് ചെയ്യാം. അതിനുശേഷം ആ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എല്ലാ പീസും അതിൻ്റെ ആ കറക്റ്റ് പൊസിഷനിൽ കിട്ടി. ലെവൽ 7 കംപ്ലീറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് സോൾവ് ദ ക്യൂബ്. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളൊരു അൽഗോരിതം അത് കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ഡിഫിക്കൽട്ടൊന്നുമില്ല. ഇതിൽ ഈ ഇമേജിൽ കാണുന്ന പോലെ കറക്റ്റ് ചെയ്താൽ മതി. അത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് ഓൾറെഡി സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ആ സെയിം സ്റ്റെപ്പ് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ റോങ് ആയിട്ടുള്ള സൈഡ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം 2 പ്രാവശ്യമാണ് ആ സ്റ്റെപ്പ് ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി ചെയ്യുമ്പോൾ നമ്മളെ ക്യൂബ്